ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. 100 അല്ല, 200 അല്ല, 300 അല്ല, 400 മേലെ പ്രഭാസിൻ്റെ കൽക്കിയുടെ വിളയാട്ടം തന്നെയാണ് ബോക്സ് ഓഫീസിലാകെ. തെന്നിന്ത്യൻ മണ്ണിൽ ബാഹുബലിയും KGF-ഉം RRR-ഉം ഒക്കെ തിരികൊളുത്തിയിട്ട കളക്ഷൻ റെക്കോർഡുകൾ കൽക്കി എത്ര വേഗത്തിൽ മറികടക്കും എന്ന് മാത്രമാണ് ഇനി കാണാനുള്ളത്. നാഗ് അശ്വിൻ്റെ സംവിധാനത്തിൽ ജൂൺ 27-ന് തിയേറ്ററുകളിൽ വന്ന കൽക്കിയുടെ ആകെ കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം 350 കോടിയും കടന്ന് 400 മുകളിലോട്ട് കുതിക്കുകയാണ്. റിലീസ് ചെയ്ത് 3 ദിവസം പിന്നിടുമ്പോൾ ഇന്ത്യയിൽ നിന്നു മാത്രം ചിത്രത്തിനായി 220 കോടിയിലേറെ ലഭിച്ചിട്ടുണ്ട്. കൽക്കിക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നിട്ടുള്ളത് തെലുങ്കു സംസ്ഥാനങ്ങളിൽ നിന്നാണ്. റിപ്പോർട്ടുകൾ പ്രകാരം 3 ദിവസം കൊണ്ട് 126.5 കോടിയിലേറെ ചിത്രം നേടിയിട്ടുണ്ട്. ഹിന്ദിയിൽ നിന്നും 85 കോടിയും തമിഴിൽ നിന്നും 14 കോടിയും നേടിയിട്ടുണ്ട്. അന്യഭാഷാ ചിത്രങ്ങളെ സ്വീകരിക്കുന്ന മലയാള പ്രേക്ഷകർ കൽക്കിയും സ്വീകരിച്ച പ്രതികരണമാണ് കാണാൻ കഴിയുന്നത്. കേരളത്തിൽ ദുൽഖർ സൽമാൻ്റെ വേഫെയർ പ്രൊഡക്ഷൻ കമ്പനിയാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത്. 285 സ്ക്രീനുകളിൽ ചിത്രം ഓടുന്നുണ്ട്. DQ അതിഥി താരമായ ചിത്രത്തിൽ ഉണ്ട്. ആദ്യ ദിന കളക്ഷനായി കേരളത്തിൽ നിന്നും 2.8 കോടിയോളം ലഭിച്ചിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് 8.7 കോടിയും ചിത്രം നേടിയിട്ടുണ്ട്. ഓവർസീസിൽ മികച്ച കളക്ഷൻ തന്നെയാണ് കൽക്കി നേടുന്നത്. നിർമ്മാതാക്കൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് ആദ്യ ദിനം ചിത്രം 191.5 കോടി നേടിയിട്ടുണ്ട്. ഇവിടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ 3ാമത്തെ ഓപ്പണിംഗ് കളക്ഷൻ എന്ന റെക്കോർഡും ചിത്രം നേടിയിട്ടുണ്ട്. 223.5 കോടി നേടി RRR-ഉം 214.5 കോടി നേടിയ ബാഹുബലിയുമാണ് മുന്നിലുള്ളത്. അവസാന റിപ്പോർട്ടുകൾ പ്രകാരം കൽക്കി ഗ്രോസ് കളക്ഷനായി 415 കോടിക്ക് മുകളിൽ ലഭിച്ചിട്ടുണ്ട്. ടിക്കറ്റ് ബുക്കിങ്ങിലും റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്. 1 മണിക്കൂർ കൊണ്ട് 95.4K ടിക്കറ്റുകൾ ആണ് വിറ്റുപോയത്. ജവാൻ ചിത്രത്തിൻ്റെ 86Kയും ലിയോയുടെ 83K എന്നീ റെക്കോർഡുകളാണ് കൽക്കി മറികടന്നത്. എല്ലാ പ്രേക്ഷകരും സിനിമാ പ്രവർത്തകരും ഒരുപോലെ നല്ല അഭിപ്രായമാണ് ചിത്രത്തിന് നൽകുന്നത്. അല്ലു അർജുനും ചിത്രത്തിനെ പ്രശംസിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആഡിയൻസിൽ നിന്നും മികച്ച മൗത്ത് പബ്ലിസിറ്റിയും ചിത്രത്തിന് ലഭിക്കുന്നുണ്ട്. അമിതാഭ് ബച്ചനെയും മറ്റു താരങ്ങളുടെയും സ്ക്രീൻ പ്രസൻസിനെ പറ്റി പ്രേക്ഷകർ വളരെ നല്ല അഭിപ്രായമാണ് നൽകുന്നത്. 500 കോടിക്കും ഇനി മണിക്കൂറുകൾ മാത്രമാണ്. 1000 കോടിക്ക് ദിവസങ്ങൾ മാത്രവും മതിയാകും. അതും കഴിഞ്ഞുള്ള റെക്കോർഡ് കളക്ഷനുകൾ വരും ദിവസങ്ങൾ കണ്ടു തന്നെ അറിയാം. എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോയും ചാനലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.